പറഞ്ഞു. ഓ അടിപൊളി അല്ലേ ഗായ്സ്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് നമ്മുടെ ഒരു കിടിലൻ ഒരു വണ്ടിയാണ് വന്നേക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയ വേൾഡ് വൈഡ് തന്നെ ആരാധകരുള്ള ഒരു കിടിലൻ വണ്ടിയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പം അൺബോക്സ് ചെയ്താലോ. ഒരു അടിപൊളി കവറാണ് കേട്ടോ ഇതിൻ്റെ വന്നേക്കണത്. LDR എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞേക്കണത്. 1 മിനിറ്റ് ഗായ്സ്, പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട്. ഗായ്സ് ഒരു അടിപൊളി കവറാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നേക്കണത്. വണ്ടി ഏതാണെന്നല്ലേ, വണ്ടി നോക്കിക്കോട്ടെ. അതെ ഞാൻ തുറക്കാം. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ തന്നെ ഏറ്റവും ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നീല കാറില്ലേ, ആ കാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവും. ഇതാണ് വണ്ടി. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. മാരക ലുക്കാണ്. മാരക ലുക്ക് എന്ന് പറഞ്ഞാൽ മാരക ലുക്ക് പൊളി ഐറ്റം കേട്ടോ. നോക്ക് എന്താ ഭംഗി. നോക്ക് വണ്ടി പൊളി സാധനമല്ലേ. ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ കൂട്ടത്തിൽ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല പെയിൻറ്റിങ്ങാണ് കൊടുത്തേക്കുന്നത്. നല്ല മെറ്റാലിക് കളർ പെയിൻറ്റിങ്. പിന്നെ ഇതിൻ്റെ ബോഡി മെറ്റലാണ് കേട്ടോ. നമ്മുടെ ഡൈകാസ്റ്റ് കാറുകളിൽ വരുന്ന സെയിം ബോഡിയാണ് ഇവർ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഡ്രിഫ്റ്റ് കാറാണ്. ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ 1/18 സ്കെയില് ഡ്രിഫ്റ്റ് കാറാണ് കേട്ടോ. പക്ക പ്രൊഫഷണലി ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിടിലൻ കാറാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ റിമോട്ടിൽ തന്നെ കുറേ മൾട്ടി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഓടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി റിമോട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചാർജർ വന്നിട്ടുണ്ട്. ബാറ്ററി എവിടെ? ബാറ്ററിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. അതായത് ഇതിൻ്റെ മിറേഴ്സ്, ഇതിൻ്റെ സ്പോയിലർ കാര്യങ്ങളൊന്നും ഇതിന് വച്ചിട്ടില്ല. പിന്നെ കുറച്ച് ഇത് ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്താൽ മാത്രമേ വണ്ടി ലുക്കിലേക്ക് വരുള്ളൂ, വണ്ടിയുടെ യഥാർത്ഥ ലുക്കിലേക്ക് വരുള്ളൂ. അപ്പം കവർ ഇതാണ് കേട്ടോ. കവർ ഇതാണ്. പിന്നെ ഒരു കാറ്റലോഗ്. വേറൊന്നും കാര്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല. എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് വില എത്രയാണെന്നൊക്കെ ഉള്ളത്. ആ വില നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന വീഡിയോ കാണാം. ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇതിൻ്റെ ഷോക്ക് ഒബ്സർ അല്ല, ഷോക്ക് ഒബ്സറിന് പകരമായിട്ട് അവർ ഒരു വേറെ സെറ്റപ്പാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് ലോവർ ചെയ്യാൻ പറ്റും, ഹൈറ്റ് കൂട്ടാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ വണ്ടി ഇതിൻ്റെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ലോവറേജ് ഒക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇവിടെയാണ് ബാറ്ററി ഇടുന്നത്. ബാറ്ററി 2 hours ആണ് കേട്ടോ. ബാറ്ററി വണ്ടി ലേറ്റ് എത്തും. നമ്മൾ റിമോട്ട് ഓൺ ആക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കത്തണം കേട്ടോ. അപ്പോൾ റിമോട്ട് ഓണായി. നമുക്ക് ഇതിനകത്ത് റിമോട്ടിൽ 2 സ്വിച്ച്, ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ലൈറ്റ് ഓഫ് ആക്കാനും കൂട്ടാനും ഹൈറ്റ് കണ്ട ലൈറ്റ് കുറക്കാനൊക്കെ പറ്റും. ലൈറ്റ് ഓഫ് ചെയ്തു, ഓണാക്കാം. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് സ്റ്റിയറിംഗ് തിരിക്കാൻ ഓപ്ഷൻ കണ്ട സ്റ്റിയറിംഗ് തിരിക്കുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. വേണമെങ്കിൽ ഇതിനകത്ത് വേറെ സ്വിച്ച് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ ഡ്രിഫ്റ്റിലേക്കുള്ള ഓപ്ഷനിലേക്ക് വരും. അതായത് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്റ്റിയറിംഗ് ഒന്നുകൂടി വൈഡ് ആംഗിളിലോട്ട് തിരിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടി ഉള്ളത്. ഇപ്പോൾ സ്റ്റിയറിംഗ് ഒന്നുകൂടി തിരിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഇത് പിടിച്ചു വെക്കുമ്പോൾ ഇത് കണ്ട ഇത് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ഓഫാക്കി. ഓക്കെ, ഇപ്പോൾ സ്റ്റിയറിംഗിൻ്റെ ഈ സ്വിച്ച് വൈഡ് ആംഗിളിലോട്ട് ഒന്നുകൂടി വൈഡ് ആക്കണമെങ്കിൽ ഈ സ്വിച്ച് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി കുറച്ചുകൂടി വണ്ടി തിരിഞ്ഞ് കിട്ടും. അപ്പോൾ പിന്നെ ഗൈറോ സിസ്റ്റം ഉണ്ട് കേട്ടോ. വണ്ടി തന്നെ ഈ ഗിയർ സിസ്റ്റം നമുക്കിവിടെ കുറക്കാനും കൂട്ടാനും പറ്റും. ഇത് കണ്ടോ, നമുക്കിത് ഓഫാക്കാനും പറ്റും. ഓക്കെ, ഗിയർ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ് ഗിയർ സിസ്റ്റം വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഓഫാക്കാനും കുറക്കാനൊക്കെ പറ്റുകയും ചെയ്യും. പിന്നെ വേറെ വരുന്നത് സ്പീഡാണ്. സ്പീഡ് വരുന്നത് ഇപ്പോൾ ഗിയർ സിസ്റ്റം ഒരു മീഡിയം സിസ്റ്റത്തിലാണ് നമ്മൾ ഗിയർ സിസ്റ്റം ഇടുള്ളൂ. സ്പീഡ് ഇതാണ് സ്പീഡ്. ഡ്രിഫ്റ്റ് മോഡിലേക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ സ്വിച്ച് വരുന്നുണ്ട്. അത് ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡ് കൂടും. ഇതുമ്പോൾ ഞെക്കി കഴിഞ്ഞാൽ സ്പീഡ് ഞാൻ കുറക്കാം. സ്പീഡ് കുറഞ്ഞു, സ്പീഡ് കൂടി. ഓക്കെ, ഇനി നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് തന്നെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. മാറ്റി തരാം. അതുകൊണ്ട് തന്നെ ബാക്ക് ലൈറ്റ് എത്തണുണ്ടോ. ബ്രേക്ക് ലൈറ്റും എത്തും, ബാക്ക് ലൈറ്റും എത്തും. ഇൻഡിക്കേറ്റർ ഉണ്ട്. അടിപൊളി അല്ലേ. നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, നല്ലോണം അടിപൊളിയായിട്ട് നമുക്ക് ട്രിപ്പ് ചെയ്യാൻ പറ്റും. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പറഞ്ഞു നല്ലോണം പഠിക്കണം കേട്ടോ ഗൈസ്. ഡ്രിഫ്റ്റ് എനിക്ക് നല്ല പണിയുണ്ട്, നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെയല്ല. നല്ല പ്രാക്ടീസ് ചെയ്താലാണ് ഡ്രിഫ്റ്റിങ് ചെയ്യാൻ നടക്കുള്ളൂ. ഗായ്സ് കുറച്ചിട്ട് നോക്കാം. ഇത് എപ്പോഴും നമ്മൾ ഗൈഡ് സിസ്റ്റം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോവാണ് കേട്ടോ. ഇതേ പോണ് ഡ്രിഫ്റ്റ് ആവുള്ള ഗൈസ്. നമുക്ക് നോക്കാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഗെയർ ഭയങ്കര കൂടുതലാന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി കുറച്ചിടാൻ കൂടി. ഇപ്പോൾ ഗെയറും ഇല്ല അല്ലേ? ഓ ഗെയറും ഇല്ല. കുറച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. പോയി നടപടിയില്ല കേട്ടോ, നല്ല പണി. ഓഫ് എൻ്റെ പൊന്നോ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. 5 വന്നു. ഓ എങ്ങടാ പോയത്? ഓ കിട്ടിയതാണ് കാശ്, കിട്ടിയതാണ്. പോയി 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 സാധനങ്ങൾ മാറ്റി വെക്കാം. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒന്ന് അകത്തി അടിച്ചു കൊടുക്കാം. അകത്തി അടിച്ചെടുത്ത് പോയി ഫ്രൈ. ഓ നമ്മൾ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളി മോളെ പൊളി. ഗിയർ സിസ്റ്റം നമുക്ക് ഇതോളം തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടാ. പോയി പിന്നെയും ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വീഡിയോ ലോങ്ങായി പോകുന്നുണ്ട്. നല്ല പണിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല. ലൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ബാക്ക് ലൈറ്റ് കത്തിങ്ങനെ കിടക്കും കേട്ടോ. നമുക്ക് ഫ്രണ്ട് ലൈറ്റ് മാത്രമാണ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ കത്തും, റൈറ്റും ലെഫ്റ്റും കത്തും, ഫ്രണ്ടിലും കത്തും, തിരിക്കാൻ നേരത്ത് ഇൻഡിക്കേറ്റർ കത്തും. നല്ല ഫാസ്റ്റ് കേട്ടോ, അത്രയ്ക്ക് ഫാസ്റ്റിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 9,000 രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഹോൾസെയിൽ കാർട്ട്, അതായിട്ട് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, എൻ്റെ കുഞ്ഞു ബേബി കരയുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ സെറ്റ് ചെയ്തേക്കുക. അതോ പെണ്ണെ എടുക്കില്ലേടി പെണ്ണെ അതോ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ, സീ അഗൈൻ. കുഞ്ഞു പെണ്ണിന് അമ്മോ അമ്മോ അമ്മ എൻ്റെ DTR. ഓക്കെ ബൈ ബൈ, സീ യു.